ആദ്യം ശ്രീ അയർകുന്നം രാമൻ നായർ, ഇന്ന് തന്ത്രി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ശബരിമലയിലെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇതിൻ്റെയെല്ലാം കസ്റ്റോഡിയൻ ആയിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്ന്. പക്ഷേ വെളിയിൽ കുറേയേറെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. തന്ത്രിയും അറിഞ്ഞാണ് തനിത്തങ്കം സന്നിധാനത്ത് നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയത് എന്ന്. താങ്കൾ ശബരിമലയിൽ വളരെയധികം വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ, PRO എന്ന നിലയ്ക്ക്. താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്ന സംശയങ്ങൾ എന്തെല്ലാമാണ്? കൃത്യമായിട്ട് തന്നെയാണോ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യത കുറവില്ല. പക്ഷേ ശബരിമലയിലെ ശ്രീകോവിലും അതിൻ്റെ ചുറ്റുവട്ടവും ദൈനംദിനം പരിശോധിക്കുകയും കയറി ഇറങ്ങുകയും ചെയ്യുന്ന, അതിൻ്റെ നിജസ്ഥിതി സൂക്ഷ്മമായി അറിയാവുന്ന ഒരാളാണ് തന്ത്രി. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നിത്യവും ശബരിമലയിൽ കയറി പൂജകൾ നടത്തുമ്പോൾ അവിടുത്തെ വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക, അവിടുത്തെ ദ്വാരപാലകരെ നിത്യവും ദർശനം നടത്തുക, അവിടുത്തെ പീഠം ദർശിക്കാൻ സാധിക്കുക, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന തന്ത്രി ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വന്നിരുന്നു എങ്കിൽ അതിൻ്റെ ഒരു കൃത്യവിലോപം അവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് എവിടെയോ കണ്ണടച്ചിട്ടുണ്ടെന്ന് വേണം പറയുവാൻ. അവിടത്തെ സംബന്ധിച്ചിടത്തോളം അനധികൃതമായി ആരെങ്കിലും അവിടെ പ്രവേശിക്കുകയോ അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുകയാണെങ്കിൽ തന്ത്രിക്ക് അത് നിരീക്ഷിക്കാനും അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ സൂക്ഷ്മമായി പഠിക്കുവാനും അവകാശവും അധികാരവുമുള്ള ചുമതലക്കാരനാണ് തന്ത്രി. അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ടെന്നേ പറയുവാൻ കഴിയും. അല്ലെ, അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇക്കാര്യത്തിലെല്ലാം ഭരണപരമായ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ശ്രീകോവിലിലെ അമൂല്യമായ വസ്തുക്കൾ, അതിൽ വാതിൽപ്പടിയിലെ സ്വർണമുണ്ട്, വാതിലിലെ സ്വർണ്ണപ്പാളിയുണ്ട്, അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളുണ്ട്. ഇതെല്ലാം അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരാവശ്യം വരുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് തന്ത്രി നിർദ്ദേശിച്ചിട്ടാണ് എന്നാണല്ലോ ഉദ്യോഗസ്ഥരും പറയുന്നത്. അതുപോലെ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയിലുള്ളവരും പറയുന്നത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ തന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതല്ലാതെ ഇതിൻ്റെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഇതൊന്നും തീരുമാനിക്കുന്നത് തന്ത്രിയല്ല, അങ്ങനെയുമാണല്ലോ. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? തന്ത്രി അറിയാതെ ഈ വസ്തുക്കൾ സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുമോ? കാരണം സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന് ദേവസ്വം മാനുവലിൽ ഉള്ളതാണ്. ഇക്കാര്യം തന്ത്രി ശ്രദ്ധിക്കണോ വേണ്ടയോ? തന്ത്രി തീർച്ചയായും ശ്രദ്ധിക്കണം. കാരണം ഒരു വസ്തു അശുദ്ധമാകാൻ പാടില്ല. അന്യഥാ കൈകളുടെ സ്പർശനമേറ്റാൽ അത് അശുദ്ധമാകും. അങ്ങനെ ഒരു അശുദ്ധ വസ്തു പുറത്തേക്ക് എടുക്കാൻ പാടില്ല. തന്ത്രിയുടെ പൂർണ്ണമായ അനുവാദവും അതുപോലെ തന്നെ നിർദ്ദേശവും ഇല്ലാതെ ഒരു വസ്തു എങ്ങനെ പുറത്തേക്ക് എടുക്കും? അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനം എന്നതിനേക്കാൾ കൂടുതൽ അത് പരിപാവനമായ ഒരു സങ്കേതത്തിലെ സാധനമാണ്. ഇത് ദ്വാരപാലകരും ദിവ്യമായ ആ വാതിൽപ്പടിയും തുറക്കുകയും അടയ്ക്കുകയും അതിൻ്റെ കാര്യങ്ങൾ എന്നും കാണുകയും ചെയ്യുന്ന വളരെ ഉത്തരവാദിത്വപ്പെട്ട ഒരാളാണ് തന്ത്രി. ആ തന്ത്രി അത് കണ്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും അതിൻ്റെ അശുദ്ധി വന്നാൽ അതിന് പരിഹാരം കാണുകയും ചെയ്യണം. അവിടെ ഒരു നിസ്സാര കാര്യം, ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ അവിടെ ശുദ്ധി നടത്തേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും മലിനമായ അവസ്ഥ ഉണ്ടായാൽ ശുദ്ധി നടത്തും. അങ്ങനെയാണെങ്കിൽ ഈ വാതിൽപ്പടിയും ഈ കട്ടിളയും ദ്വാരപാലകന്മാരെയും അഴിച്ചു പുറത്തു കൊണ്ടുപോകാൻ ആരനുവാദം കൊടുത്തു? എന്തടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുപോയത്? അത് തന്ത്രി അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിച്ചതാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, ശ്രീത് പണിക്കർ അതിനുള്ള മറുപടി. അങ്ങനെ തന്ത്രിയുടെ അറിവോടെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒട്ടേറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് അന്വേഷണ സംഘം തന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കണക്കിൽ പറഞ്ഞാൽ അത് തന്ത്രിമാരെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. അങ്ങനെയും കരുതാമല്ലോ. SITക്ക് മുൻപാകെ പോയി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു ശബരിമല തന്ത്രിക്ക്.
രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒന്നാമത്തെ കാര്യം, തന്ത്രി നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല ഒരു കേസിലും. നേരെ മറിച്ച് ശ്രീ പത്മകുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായും ചോദ്യം ചെയ്യൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ 2019 ഭരണസമിതി ഒരു കേസിൽ ഓൾറെഡി 8ാമത്തെ പ്രതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രതി ചേർക്കപ്പെടുന്ന ഒരാളിനെ ഇന്ററോഗേഷന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യലാണ്. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിലും ഒരു തന്ത്രിയും പ്രതിയല്ലാത്തത് കൊണ്ട് അതിനെ ചോദ്യം ചെയ്യൽ എന്ന് പറയാൻ കഴിയില്ല. അതിനെ മൊഴിയെടുക്കുക. എന്തുകൊണ്ട് തന്ത്രി പ്രതിയാകുന്നില്ല ശ്രീ പണിക്കർ? കാരണം ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ വാസു അറിഞ്ഞു, പത്മകുമാർ അറിഞ്ഞു, തന്ത്രിയും അറിഞ്ഞു എന്തായാലും ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ തന്ത്രിയെ എന്തിന് വിടുതൽ ചെയ്യുന്നു? അല്ല, നോക്കൂ, ഇതിലെ ഡിസിഷൻ മേക്കർ ആരാണ് എന്നുള്ളതാണ് പ്രധാനം. അതായത് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിൽ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിലും അതിന് മുകളിലേക്ക് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് വരെയുള്ള എല്ലാ റോളുകളിലുമുള്ള ആൾക്കാർ പ്രതിസ്ഥാനത്ത് വരുന്നതിനും അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനുമുള്ള കാരണം അതാണ്. പക്ഷെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തിരുവാഭരണത്തിന്റെ കസ്റ്റോഡിയൻ തന്ത്രിയല്ല. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വം ശബരിമല തന്ത്രിക്കില്ല. ശബരിമല തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രത്തിന്റെ കസ്റ്റോഡിയനാണ്. അഥവാ അവിടെയുള്ള പൂജാവിധാനങ്ങളുടെ, അവിടെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള ചടങ്ങുകളുടെ, ആചാരങ്ങളുടെ കസ്റ്റോഡിയനാണ് തന്ത്രി. അത് കേവലം ഒരു വിശ്വാസപരമായി പറയുന്നത് മാത്രമല്ല, നിയമപരമായിട്ടും അദ്ദേഹത്തിന്റെ പൊസിഷൻ അത് തന്നെയാണ്. ഇപ്പോൾ 1991 എസ് മഹേന്ദ്രൻ കേസിലാണെങ്കിലും പിന്നീട് പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ കേസുകളിലാണെങ്കിലും എല്ലാം ദ പൊസിഷൻ ഓഫ് ദ തന്ത്രി സാക്രോസാങ്ക്ട് എന്ന് പറയുന്നുണ്ട്. അത് മുഴുവൻ പൂർണ്ണമായിട്ടും ശ്രീകോവിലിലെ ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പ്രദായിക ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയനാണ്. പക്ഷേ തന്ത്രിയോട് ചോദിച്ചിട്ടാണ് ഇക്കാര്യം. ഇപ്പോൾ സ്വർണ്ണപ്പാളികളുടെ മിനുസം കുറഞ്ഞു പോയി, അതുകൊണ്ട് സ്വർണം പൂശണം, ഈ നിർദ്ദേശം തന്ത്രിയിൽ നിന്നുണ്ടായതാണ് എന്ന് വരുമ്പോൾ എന്തുകൊണ്ട് തന്ത്രിയെ ഒഴിവാക്കി നിർത്തണം? ഈ അഡ്മിനിസ്ട്രേറ്റീവായ ഭരണപരമായ ഒരു തീരുമാനം തന്ത്രി എടുത്തില്ല എന്നുള്ള എക്സ്ക്യൂസ് വെച്ചുകൊണ്ട്. മറ്റൊരു കാര്യം, മഹസറിൽ ഒപ്പിടുന്ന ആൾ കൂടിയാണല്ലോ തന്ത്രി. അല്ല, മഹസർ ഒപ്പിടുക എന്ന് പറയുന്നതും സാക്ഷിയായിട്ട് ഒപ്പിടുക എന്ന് പറയുന്നതിനൊക്കെ വളരെ വളരെ ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. അതൊരു വിറ്റ്നസ് എന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള ലയബിലിറ്റിയാണ്. ഇത് ലീഗലി അതിന് അത്രത്തോളം വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ മറ്റേത് അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ അറ്റകുറ്റപ്പണി ആവശ്യമുണ്ട് എന്ന് തന്ത്രി പറയുന്നത് ഒരിക്കലും ഒരു കുറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമോ അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതിന്റെ നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന തെളിവോ ഒന്നുമല്ല. അതായത് ശബരിമലയിലെ ദ്വാരപാലകരുടെ ഭാഗത്ത് അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അവരെന്താണ് ഫയലിൽ എഴുതിയിരിക്കുന്നത്? അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഭക്തർ അവിടെ നിന്ന് കാണിക്ക എറിയുന്നത് കൊണ്ട്, നാണയത്തൊട്ടുകൾ എറിയുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ കേടുപാടുകൾ വരുന്നത്. അത് തന്ത്രി എന്നല്ല, നമ്മളാണെങ്കിൽ അവിടെ തൊഴാൻ പോകുന്നത് നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ഇതിന് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് നമ്മൾ പറയും. അതേപോലെ ശ്രീകോവിലിലെ കതവ് ചേർന്ന് അടയുന്നില്ല എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് ചേർന്ന് അടയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്ത്രിക്ക് അത് ലീഗലായിട്ട് തന്നെ അവിടെ റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് തനി തങ്കമാണ് ശബരിമല ശ്രീകോവിൽ എന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയാവുന്നതാണല്ലോ. ഇതേ തന്ത്രി തന്നെ 1998 ഉണ്ടായിരുന്നു. അതെ 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 അതല്ലെന്ന് തന്ത്രിയുടെ അഭിപ്രായം എന്നും വന്നിട്ടുമില്ലല്ലോ. ഒരു സ്ഥലത്തും ഇത് തങ്കമല്ല എന്നോ അല്ലെങ്കിൽ അത് ചെമ്പാണ്